കുറേ പട്ടിക്കുട്ടികൾ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞ് എന്നെ കാണാമെന്ന പെൺകുട്ടി ഒരു അലർച്ചയോടുകൂടി തറയെ വീണു. ആ വീട്ടിൽ പ്രേതബാധയുണ്ട്. ആ പെൺകുട്ടിക്ക് നിൽക്കാൻ വയ്യ. ഇതിൽ കൂടെ ഈ പടിയിൽ കൂടെ കയറി ഞാൻ ആ തൂക്കുമഞ്ചത്തിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് നിന്ന് ഇവിടെ നട്ടല്, എനിക്ക് പഠിച്ച ഇവിടെ നട്ടലിൽ ഒരു പ്രേതം ഉണ്ടെന്ന്. നിങ്ങൾ അതെടുത്തൊന്ന് കാണിക്കൊരു എക്സ്റേ ഉണ്ട്, ഞങ്ങൾ ഇതിനകത്ത് കാണിച്ചാണ് ഫ്ലവേഴ്സ് ചാനലിൽ. നമ്മുടെ വയറ്, നിങ്ങൾ ആഭിചാരത്തിന് ഏറ്റവും വലുത് ഉദരം തകർത്ത് കളയും, വയറ് തകർത്ത് കളയും. നമ്മളറിയില്ല. ഇപ്പോൾ ഇയാൾ നടന്നു പോകുമ്പോൾ, മോളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു തന്നെ അവൾ സുന്ദരിയാണല്ലോ, അവിടെ നെഗറ്റീവ് എനർജിയായി നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ വയറ് അപ്പം സ്തംഭിക്കും. പോയി ഒരുങ്ങി കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നാൽ എഴുന്നേക്കാൻ പറ്റില്ല. ചിലർ പറയും കുഞ്ഞുങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട കുഞ്ഞുങ്ങളെ മാത്രമല്ല, പെൺകുട്ടികൾ കല്യാണത്തിന് പോയിട്ട് എഴുന്നേക്കാൻ വയ്യാതെ അന്ന് അവിടുത്തെ കിടക്കും. ഈ ശരീരം നശിച്ചേ പറ്റൂ. ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിയുമ്പോൾ നിനക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാമിലി നമ്മളോടൊന്ന് പറയുകയാണ് ആ വീട്ടിൽ നടക്കുന്ന ബാധയെക്കുറിച്ച്, സന്ധ്യയ്ക്ക് ജപിക്കാനിരിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ, വിളക്കിങ്ങനെ തട്ടിയിട്ടിട്ട് വിളക്കിങ്ങനെ ഉരുണ്ടുപോകും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അന്ധവിശ്വാസം. പക്ഷെ അനുഭവസ്ഥർ പറയുമ്പോഴോ അവനെ മറക്കാൻ പറ്റണില്ല. അവന് പച്ച കുത്തിയാലും കുഴപ്പമില്ല, 3 പെണ്ണ് കിട്ടിയാലും കുഴപ്പമില്ല, ഇവനെ മറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആ പെൺകുട്ടി നമ്മളടുത്ത് ചോദിക്കണം. അപ്പോൾ വശീകരണമില്ലേ? ഞാൻ എത്രയോ പെൺകുട്ടികൾ സ്വാമി പറഞ്ഞാലേ കല്യാണം കഴിക്കുകയുള്ളൂ. അവസാനം ഒരു അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ, സ്വാമി ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാവുന്നതിന് മുമ്പ് ഞാൻ പറയില്ല, ഈ കല്യാണം കഴിച്ചാൽ അംഗവൈകല്യമുള്ള കുട്ടിയായിരിക്കും, ഇത് ജനിച്ചേ പറ്റൂ. ഇയാളെ കല്യാണം കഴിച്ചാൽ ഇയാൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ സംഭവിക്കും. ഇതെൻ്റെ നിഗമനമാണ്. നിങ്ങൾ വളരെ ചെയ്തോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാനുള്ളത് പറയും. അത് എൻ്റെ പഠനമാണ്. എൻ്റെ പഠനം പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല, എൻ്റെ അനുഭവമാണ്. പ്രേതബാധ, ഞാൻ പാലക്കാട് ഒരു വീട്ടിൽ പോയി, ഒരു സ്ഥലത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പട്ടിക്കുട്ടികൾ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞ് എന്നെ കാണാമെന്ന പെൺകുട്ടി ഒരു അലർച്ചയോടുകൂടി തറയെ വീണു. ആ വീട്ടിൽ പ്രേതബാധയുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. 5 മിനിറ്റ് വെള്ളം ഞാൻ ഒരു നല്ല പെൺകുട്ടി. നിങ്ങൾ ഇതൊന്ന് ഷൂട്ട് ചെയ്യണം. ഒരു പെൺകുട്ടി ഇവിടെ വന്നു. എവിടെ നിന്നാണ്? പിന്നെ ബാംഗ്ലൂരിൽ നിന്ന്. ആ പെൺകുട്ടിക്ക് നിൽക്കാൻ വയ്യ. ഇതിൽ കൂടെ ഈ പടിയിൽ കൂടെ കയറി ഞാൻ ആ തൂക്കുമഞ്ചത്തിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് നിന്ന് ഇവിടെ നട്ടല്, എനിക്ക് പഠിച്ച ഇവിടെ നട്ടലിൽ ഒരു പ്രേതം ഉണ്ടെന്ന്. നിങ്ങൾ അതെടുത്തൊന്ന് കാണിക്കൊരു എക്സ്റേ ഉണ്ട്, ഞങ്ങൾ ഇതിനകത്ത് കാണിച്ചാണ് ഫ്ലവേഴ്സ് ചാനലിൽ. അപ്പോൾ നട്ടലിൽ ഒരു പണ്ട് ഒരാളുടെ മുഖം ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ഒരു പരിഹാരം ചെയ്യില്ല. ഞാൻ കാന്തിലൊരു ഹോമം നടക്കായിരുന്നു, അവിടെ കൊണ്ട് ഇരുത്തിയതേ ഉള്ളൂ. ഒറ്റ നിലവിളിയാണ്, ഒരു നിലവിളി, ഒന്നും ചെയ്തില്ല, ഒരു പരിഹാരവും ചെയ്തില്ല. പെൺകുട്ടിക്ക് ഒരു കുഴപ്പമില്ല. താഴത്തെങ്കിലും പറയാൻ പറ്റുമോ? ആ നെഗറ്റീവ് എനർജി ബ്ലോക്ക് ആവും. നമ്മുടെ വയറ്, നിങ്ങൾ ആഭിചാരത്തിന് ഏറ്റവും വലുത് ഉദരം തകർത്ത് കളയും, വയറ് തകർത്ത് കളയും. നമ്മളറിയില്ല. ഇപ്പോൾ ഇയാൾ നടന്നു പോകുമ്പോൾ, മോളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു തന്നെ അവൾ സുന്ദരിയാണല്ലോ, അവിടെ നെഗറ്റീവ് എനർജിയായി നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ വയറ് അപ്പം സ്തംഭിക്കും. എൻ്റെ 100 അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ്, അവൻ്റെ എനർജി പറ്റും നമ്മൾ. അതെങ്ങനെയാണ്? പണ്ട് കാലത്ത് അമ്മൂമ്മമാർ എന്ത് ചെയ്യും? കുറച്ച് മുളകും വെളുത്തുള്ളി അതെല്ലാം ഉഴിഞ്ഞ് മാറ്റിയിടും. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എന്തോരം കുട്ടികൾ രോഗദുരിതങ്ങൾ. ഒരു കല്യാണത്തിന് പോയി, ഒരുങ്ങി കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നാൽ എഴുന്നേക്കാൻ പറ്റും. ചിലർ പറയും കുഞ്ഞുങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട കുഞ്ഞുങ്ങളെ മാത്രമല്ല, പെൺകുട്ടികൾ കല്യാണത്തിന് പോയിട്ട് എഴുന്നേക്കാൻ പോയാൽ അന്ന് അവിടുത്തെ കിടക്കും. ഒരു നല്ല കല്യാണത്തിന് 10 പേര് നിൽക്കുന്നിടത്ത് പോയി നോക്കിയാൽ ഇതൊക്കെ സുൽപരമേശ്വരൻ പറഞ്ഞ അന്ധവിശ്വാസം വളർത്തുന്നവരാണെന്ന് പറയും. എനിക്ക് ഇത് പറയണോണ്ട് യാതൊരു വിഷയവും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറാൻ എന്താ ചെയ്യുക? അതിന് നമ്മൾ ഇപ്പം പോസിറ്റീവ് എനർജിയെ നമ്മൾ ഉൾക്കൊള്ളുന്നൊരു സംഭവമുണ്ട് നമ്മുടെ ബോഡിയിലേക്ക്. നമ്മൾ എന്നും രാവിലെ, ഞാനത് ചെയ്യുന്നതാണ്. എനിക്ക് 63 വയസ്സായി. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ ദൈവമേ, ആദ്യം പറയുന്നത് എനിക്ക് എൻ്റെ ഇന്നത്തെ ദിവസത്തെ ദുഃഖങ്ങൾ കുറച്ച് തരിക, ദുഃഖങ്ങൾ കേൾക്കുന്നതും കുറച്ച് തന്നിട്ട് നമ്മുടെ എനർജിയെ, നമ്മൾ പോസിറ്റീവ് സൂര്യപ്രകാശം, നമ്മുടെ പ്രപഞ്ചത്തിലെ എനർജിയെ നമ്മുടെ ബോഡിയിലേക്ക് ആവാഹിച്ച് കഴിഞ്ഞാൽ ഇതേക്കില്ല. ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ച് അപ്പുറത്ത് പോയി പിറവം വരെ പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. എൻ്റെ എനർജിയെ ഒരു കാരണവശാലും തൊടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ, ഞാൻ പോയേ പറ്റുള്ളൂ. ആ എനർജിയെ നമ്മൾ സേവ് ചെയ്യണം. അതിന് ഞാൻ അമ്പലത്തിൽ പോകാറില്ല, ജപിക്കാറില്ല. ഞാൻ 60 വയസ്സായപ്പോൾ ഇതൊക്കെ നിർത്തി, ഇത്രയും മതി. കഴിഞ്ഞ ദിവസം ആറ്റുകാല അമ്പലത്തിൽ ടീച്ചറിൻ്റെ കൂടെ പോയപ്പോൾ ഞാനങ്ങോട്ട് മാറി നിന്നപ്പോൾ തിരുമേനി വിളിച്ച് സ്വാമി അങ്ങോട്ട് തൊഴുതു. ക്ഷേത്രങ്ങളിൽ നിന്ന് കർമ്മം ശരിയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലും പോകേണ്ട ആവശ്യമില്ല. നമ്മളിരിക്കുന്നിടത്ത് ദൈവികമായ സാന്നിധ്യം ഉണ്ടാവും. പിന്നെ ദൈവം തരുന്നിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ നീ സത്കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കൂ. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ക്ഷേത്രങ്ങളിൽ എല്ലാവരും പോകുന്നത് കിട്ടിയ സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയാനല്ല, എനിക്ക് കിട്ടിയില്ല, എനിക്ക് വിഷമമാണ്, അല്ലെങ്കിൽ ജോലിയില്ല, കല്യാണം നടന്നില്ല, എനിക്കിത് കിട്ടിയാൽ ഞാൻ ദൈവത്തിന് ഇതുകൂടെ തന്നേക്കാം, അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി അല്ല, അമ്പലങ്ങൾ മാത്രമല്ല, ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അവർ ദൈവം അങ്ങനെയൊന്നും ദൈവം ഒന്നും കൊടുക്കില്ല.
അവിടെ പ്രതിഷ്ഠയ്ക്കൊരു ശക്തിയുണ്ട്. അത് പ്രകാശമുള്ളിടത്തെല്ലാം കല്ലുകൾക്ക് ശക്തിയുണ്ട്. പ്രപഞ്ചത്തിലെ ഊർജ്ജമാണ് ശിലകളായിട്ടിരിക്കുന്നത്. അതിനൊരു ഊർജ്ജമുണ്ട്. പ്രകാശമുള്ളിടത്തെല്ലാം പ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമുണ്ട്. നമ്മളുടെ ഊർജ്ജം കൂടെ വേണം. ആ ഊർജ്ജത്തോടു കൂടിയേ ചേരൂ. വെള്ളവും അഗ്നിയും തമ്മിൽ ചേരൂല. അഗ്നിയും തമ്മിലേ ചേരുള്ളൂ. വെള്ളവും തമ്മിലേ ചേരുള്ളൂ. നിന്നിൽ നന്മയുണ്ടെങ്കിൽ നിനക്ക് അവിടെയുള്ള പോസിറ്റീവ് എനർജി നിന്നിലേക്ക് വരും. നീ പോസിറ്റീവ് എനർജിയെ കണക്ട് ചെയ്യൂ. രാവിലെ ആ പോസിറ്റീവ് എനർജി നിൻ്റെ മസ്തിഷ്കത്തിലേക്ക് ചേർത്ത് വയ്ക്കൂ. നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ശരീരത്തിലും 7000 കോടി നാഗങ്ങളും 72,000 നാഡീചരമ്പുള്ള ശരീരത്തിലേക്ക് ആ പ്രകാശത്തിനെ കടത്തി വിടൂ. ഒരു ശക്തിക്കും തൊടാൻ പറ്റില്ല. എനിക്ക് 35 വർഷം പ്രമേഹമുള്ള ആളാണ്. 35 വർഷം എനിക്ക് രോഗമില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റ തീരുമാനം, ശാശ്വതമായ സത്യം മൃത്യു മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഒരു ദിവസം പോയേ പറ്റൂ. പോകുന്നവരെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ചെക്ക് ചെയ്യാറോ മരുന്ന് കഴിക്കാറോ ഒന്നുമില്ല? ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകാറോ? ടെസ്റ്റ് പോവും. എല്ലാം നോർമലാണ്. ടെസ്റ്റ് ചെയ്യണം, മരുന്ന് കഴിക്കണം. അതെല്ലാം ശരീരത്തിൻ്റെ പ്രക്രിയയിലുള്ളതല്ലേ. എന്ന് വെച്ചാൽ അയ്യോ ഞാൻ രോഗിയാണ്, ഞാൻ മരിച്ചു പോവും, ഞാനിപ്പോൾ തളർന്നു, അതൊന്നുമില്ല. നിൻ്റെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? നശിച്ചു പോകുന്നതാണ് ശരീരം. ശരീരത്തിൻ്റെ അർത്ഥം തന്നെ നശിച്ചു പോകുന്നതാണ്. ഈ ശരീരം നശിച്ചേ പറ്റൂ. ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിയുമ്പോൾ നിനക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിൻ്റെ മനസ്സ് നശിക്കരുത്. നിൻ്റെ മനസ്സാണ് ശക്തി. ആ മനസ്സിൻ്റെ ശക്തിയാണ് പ്രധാനം. ആ മനസ്സിൻ്റെ ശക്തി ഉള്ളിടത്തോളം ആ മനസ്സിൻ്റെ ശക്തിയുടെ പുറത്തെ കവചമാണ് ശരീരം. ശരീരം നശിച്ചേ പറ്റൂ അല്ലേ? സൗന്ദര്യം നശിച്ചേ പറ്റൂ. എൻ്റെ പണ്ട് കാലത്ത് ഫോട്ടോ കൊണ്ട് എടുത്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ മനസ്സിൻ്റെ സൗന്ദര്യം നിലനിർത്തുക, മനസ്സിൻ്റെ ഊർജ്ജം നിലനിർത്തുക. ആ ഊർജ്ജം നിലനിൽക്കുന്നിടത്തോളം കാലം ഇപ്പോൾ എന്നോട് ഇരുട്ടിലൂടെ ഒരു ശ്മശാനത്തിലൂടെ പോകാൻ പറഞ്ഞാൽ ഞാൻ വളരെ ഈസിയായിട്ട് പോകാൻ പറ്റും. കാരണം അവിടെ എനിക്ക് ഭയമുണ്ടല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ എവിടെയുള്ള എന്ത് എനർജിയാണോ ആ എനർജിയോട്ട് ചേർന്ന് പോകാനുള്ള ഒരു മനസ്സെനിക്കുണ്ട്. അതുകൊണ്ടാണ് പ്രേതാനുഭവങ്ങളും തിരഞ്ഞെടുത്ത പ്രേതകഥകളും ഓരോ പ്രേത ബുക്കുകളുണ്ട്. ഇതെല്ലാം എഴുതുന്നത് എനിക്ക് പ്രപഞ്ചത്തിലുള്ള എന്തിനോടും ചേർന്ന് പോകാനുള്ള ഊർജ്ജമാണ് എൻ്റേത്. അപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്കാണോ ഭയം കൂടുതലായി? 100%. നമ്മൾ നമ്മളെക്കുറിച്ച് ഭീതിയോടുകൂടി ജീവിക്കുന്ന എങ്ങനെ? ഭയത്തോടു കൂടി ജീവിക്കുമ്പം നമ്മുടെ എനർജി പോവും. അയ്യോ ഞാൻ അവനെ കല്യാണം കഴിച്ചാൽ എൻ്റെ ജീവിതം പോവുമോ? ഇത് അങ്ങനെ ചിന്തിക്കുന്നതാണ് എല്ലാം പോകുന്നത്. അവനെ കല്യാണം കഴിച്ച് അവനുമായിട്ട് പൊരുത്തപ്പെട്ട് ഞാൻ അവന് വിവാഹം പൊരുത്തമെടുത്താലും ജീവിതമെടുത്താലും ഒരു പൊരുത്തപ്പെടലുകളാണ്. നമ്മൾ രാത്രിയായിട്ട് പൊരുത്തപ്പെട്ട് ഞാൻ ഇരുട്ടത്ത് ഇവിടെ ഇറങ്ങിയിരിക്കും. ഫുൾ ഇരുട്ടാണ്. ടീച്ചറാണെങ്കിൽ അയ്യോ എന്ന് വിളിക്കും ലൈറ്റ് പോയ ഉടനെ. പറയുമ്പോൾ വലിയ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ ഈ ലൈറ്റ് പോയ ടീച്ചർ പേടിയാണ്. എനിക്ക് പേടിയില്ല, ഭയമില്ല. ഞാൻ എന്തിട്ട് പഠിക്കുന്നത്? ഇരുട്ടായാലും വെളിച്ചമാണെങ്കിലും എനിക്ക് ഒന്നുപോലാണ്. എൻ്റെ മനസ്സിൻ്റെ പ്രകാശമാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രകാശം. എൻ്റെ മനസ്സിൻ്റെ ഊർജ്ജത്തോടുകൂടിയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. മനസ്സിൻ്റെ ഊർജ്ജം നിലനിൽക്കുന്ന ഒരാളെയും തൊടാൻ പറ്റില്ല. എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ തളരൂല്ല, എന്നെ വീഴ്ത്താനും പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ മനസ്സിൻ്റെയാണ്. എന്ന് വെച്ചാൽ ഒരുത്തമ്മ നേരെ സുൽപ്പരം വെച്ചാ 4 പിടി വീണ് ചത്തുപോവും, എടുത്ത് കുഴിച്ചിട്ടാൽ മതി. ഇല്ലേ? നമ്മളപ്പോൾ ഒരുത്തൻ തോക്കുമായിട്ട് ഞാൻ ചില ശത്രുക്കൾ സ്വാമി എന്തിനാണ് അങ്ങനെ പറഞ്ഞു, അവൻ കൊല്ലൂല്ലേ? ഞാൻ കൊല്ലാൻ ഒരുത്തൻ വരട്ടെ, അവൻ കൊല്ലാനാണ്, നീ കൊല്ലാനാണ് വന്നത്, ശരി നീ കൊല്ലടാ എന്ന് പറയാനാണ്. 1000 വർഷം ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും ഊർജ്ജമുള്ളതാണ് ഒരു നിമിഷം ധീരശാലിയായി മരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പ്രേതസഞ്ചാരിയാണ്, പ്രേതങ്ങളെ കൂടി സംസാരിക്കുന്നതാണ്, മാന്ത്രിക നോവൽ എഴുതുന്നതാണ്. സമൂഹത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട് അന്ധവിശ്വാസം പടത്തുന്ന ആരെങ്കിലും യുക്തിവാദികൾ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല നശിച്ചു പോയവൻ പറയുവാണെങ്കിൽ അതിന് ഞാൻ വില കൽപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഏറ്റവും അവസാനം കണ്ട പ്രേതം ആരായിരുന്നു? ഏറ്റവും അവസാനം കണ്ടത് പ്രേതമല്ല, അത് ചില സാന്നിധ്യങ്ങളെ നമ്മൾ തിരിച്ചറിയും. ചില സാന്നിധ്യങ്ങളെ നമ്മളിപ്പോൾ മരണ വീട്ടിൽ പോയാൽ മരണ വീട്ടിൽ പോവില്ല. മരണ വീട്ടിൽ പോകാത്തത് എനിക്കവിടെ ചില അനുഭവങ്ങളുണ്ടാവും. അത് അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോഴേ പറയൂ മരണ വീട്ടിൽ വരില്ല ഏതങ്ങ് പറയും. എങ്ങനത്തെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്? അല്ല അതൊരു നമുക്ക് ഫീൽ ചെയ്യും. അവിടെ മരിച്ച ആൾ നിങ്ങൾ 16 പണ്ടൊക്കെ ഹൈന്ദവതയിലാണെങ്കിൽ 5 ദിവസം 16 കഴിഞ്ഞ് പ്രേതബന്ധം മാറ്റിവിടുന്ന ചടങ്ങുണ്ട്. ഇപ്പം ആരാണ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുത്ത് കുഴിച്ചിട്ടിട്ട് ജോലിയൊക്കെ എല്ലാവരും പോവും. ഇതിങ്ങനെ അലഞ്ഞു കിടക്കും. നമ്മുടെ പണ്ടുകാലത്തെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ എൻ്റെ അടുത്ത് ഓരോരുത്തർ വരാറുണ്ട്. എല്ലാം ഒരു കുഴിക്കകത്താണ് സംവിധാനം. അത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പിരമിഡിൽ നിന്നുണ്ടായി വന്നതാണ്. അത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ നീ മണ്ണാകുന്ന വലിയ സത്യമുണ്ട്. മണ്ണിൽ ലയിക്കേണ്ടതാണ്. ഈ ലയിക്കാതെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്ന ദോഷം അത് വളരെ സത്യമാണ്. ഞാൻ അതിനെതിരെ സംസാരിക്കുന്നില്ല. ഞാൻ അത് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട്. പിന്നെ നമ്മൾ പ്രേതബാധയെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു തർക്ക വിഷയമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കാരണം മരണാനന്തര ജീവിതത്തിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അയാളെ അന്ധവിശ്വാസിയും സമൂഹത്തിൽ അന്ധവിശ്വാസം പടർത്തുന്ന ഒരാളായിട്ട് പറയും.
മരണശേഷമുള്ള ജീവിതത്തിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അതൊരു സത്യമാണെന്ന് ഏറ്റവും അന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ആളാണ്. അതൊരു സത്യമാണ്. മരണാനന്തര ജീവിതമുണ്ട്. നമ്മുടെ അന്ത്യശ്വാസം എന്ന് പറയും. ഈ ശ്വാസം എങ്ങോട്ടാണ്? നമ്മൾ ശ്വസിക്കുന്നു, നമ്മുടെ ഉള്ളിലേക്ക് ശ്വസിക്കുന്നു, അത് പുറത്തേക്ക് പോകുന്നു, അത് ശ്വസിക്കുന്നു. അവസാനം ഈ പുറത്തേക്ക് പോകുന്ന ശ്വാസം എങ്ങോട്ട് പോകുന്നു? അത് ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടുള്ള ആ ശ്വാസം എവിടെയാണോ എങ്ങനെയാണോ. എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നു. അവർ കിടന്നുറങ്ങാൻ പോയി വീട്ടിനകത്ത്. വീട്ടിനകത്ത് അതിൽ അമ്മ എന്നോട് പറയുകയാണ്, സ്വാമി ആ വീട്ടിൽ ഒരുപാട് പ്രേത വിഷയമാണ്, കൈ ഇങ്ങനെ പോണ കാണാം ഒരു നിഴലായിട്ട്. ഇവർക്കിതൊന്നും വിശ്വാസമുള്ളവരല്ല. രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ സ്വാമി? ഇതിന് നമ്മൾ ആരോടാണ് എന്താണ്? ഒരു ഫാമിലി നമ്മളോടൊന്ന് പറയുകയാണ് ആ വീട്ടിൽ നടക്കുന്ന ബാധയെക്കുറിച്ച്. സന്ധ്യയ്ക്ക് ജപിക്കാനിരിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ, വിളക്കിങ്ങനെ തട്ടിയിട്ടിട്ട് വിളക്കിങ്ങനെ ഉരുണ്ടു പോകും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അന്ധവിശ്വാസം. പക്ഷേ അനുഭവസ്ഥർ പറയുമ്പോഴോ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. 2 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. പഴയ വീടുകൾ വാങ്ങിച്ച് പുതിയ വീടുകൾ വെക്കരുത് ഒരു കാരണവശാലും. ആ പഴയ വീടിനകത്ത് ആ പഴയ സ്ഥലം മേടിക്കുമ്പോൾ ആ സ്ഥലത്തിൽ അതിൻ്റെ തെക്ക് ഭാഗത്ത് ശവങ്ങൾ അടക്കിയിട്ടുണ്ടോ? ശവങ്ങൾ അടക്കിയിട്ടുണ്ടെങ്കിൽ ആ അടക്കപ്പെട്ട ശവത്തിൻ്റെ ആൾക്കാരുടെ മാനസികാവസ്ഥ, എന്നെ ഈ ഭൂമി ആർക്കും വിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റൊരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ശവത്തിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവന്ന് വീട് വയ്ക്കില്ല, ഈ കക്കൂസിന് കുഴിയെടുക്കും, ബാത്റൂമിൻ്റെ കുഴിയെടുക്കും. ഇതെല്ലാം അപകടമാണ്. ഒരു വീടുണ്ടായിരുന്ന സ്ഥലം പൊളിച്ച് മറ്റൊരു വീട് വയ്ക്കുമ്പം ആ വീടിനുണ്ടാകുന്ന സകല ദുരിതവും ഈ വീട്ടിലുള്ളവർക്ക് വന്നിരിക്കും. അതുകൊണ്ട് ഫ്ലാറ്റ് വയ്ക്കുന്നുണ്ട്, ഫ്ലാറ്റുകാർ വാങ്ങിച്ച് വീട് ഫ്ലാറ്റ് കെട്ടിപ്പൊക്കും. ആ സ്ഥല ദുരിതം ഉള്ളിടത്താണെങ്കിൽ ആ ഫ്ലാറ്റിൽ ഒറ്റൊരാളും രക്ഷപ്പെടില്ല. ഇവിടെ എത്രയോ ഫ്ലാറ്റുകാർ ആത്മഹത്യ ചെയ്യും, ഒളിഞ്ഞു കിടക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. സ്ഥല ദുരിതം, പ്രേത ദുരിതമുള്ള സ്ഥലങ്ങൾ, പ്രേതസഞ്ചാരമുള്ള സ്ഥലങ്ങൾ. ഒരാൾ വിദേശത്തു നിന്നൊരു സ്ഥലം മേടിച്ചു, വിദേശത്തിരുന്നുകൊണ്ട് കോടിക്കണക്കിന് കൊടുത്ത് മേടിച്ചതാണ്. ഇവിടെ വന്ന് എന്നെ കണ്ടിരുന്നു. ഒരു നല്ല ഓർത്തഡോക്സ് സത്യക്രിസ്ത്യാനായിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് ദുഃഖം തോന്നി. ഭാര്യയും 3 മക്കളും സകലവും നശിച്ചു, സർവ്വവും നശിച്ചു. ഞാൻ സ്വാമി എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വിറ്റ് തരാമോ? ഞാൻ ഭാര്യയ്ക്ക് രോഗാവസ്ഥ വരും, എത്രയും പെട്ടെന്ന് നിങ്ങൾ വീടെങ്കിലും മാറിക്കോളാം. നിവൃത്തിയില്ല, കാരണം പറ്റിച്ചതാണ് ബ്രോക്കർമാർ. അതൊരു കാലത്ത് ശ്മശാനമായിരുന്നു അത്. പുള്ളി അവിടുത്തെ ഓരോ അനുഭവങ്ങളും ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ തൊഴുതുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു തലക്കവരി പോയി ഒന്ന് കുളിച്ചോളൂ, മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാൻ പറഞ്ഞു. അപ്പം ഇതിൻ്റെ വിശ്വാസമോ എന്നുള്ളതല്ല, അനുഭവസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരിതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നമുക്ക് തർക്കിക്കുന്നവർക്കൊക്കെ ഇത് ശരിയാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നീ എന്തുകൊണ്ടാണ് പോയി ഇന്ന സ്ഥലത്ത് സ്ഥലം മേടിക്കുന്നത്? ഞാൻ ഇത് അനുഭവിക്കാൻ കിടക്കുന്നു അല്ലേ, ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നു. ആ അനുഭവ സ്ഥലത്ത് അവിടെ പോയി വീട് വെച്ച് എൻ്റെ ജീവിതത്തിൽ എന്നോ ചെയ്ത പാപത്തിൻ്റെ പരിണിതം അനുഭവിച്ച് നീ ഇന്ന സ്ഥലത്ത് പോയി ജീവിക്കണം, ഇന്ന സ്ഥലത്ത് പോയി ജീവിച്ച് നീ അനുഭവിച്ചേ പറ്റൂ. ഒരാളൊരു പെൺകുട്ടിയെ സ്നേഹിച്ച്, 2 പേര് തമ്മിൽ ആ പെൺകുട്ടി ആരെയും സ്നേഹിക്കില്ല എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ല, ഈ കുട്ടിക്കൊരു സ്നേഹബന്ധമുണ്ട്, ഈ കുട്ടി കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, ഈ കുട്ടി വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ കുട്ടിക്കൊരു പ്രണയമുണ്ട്. അയ്യോ ഇല്ല സ്വാമി, എൻ്റെ മോള് അങ്ങനെ, എൻ്റെ മക്കൾ, എൻ്റെ പെണ്ണ്. ഞാൻ പറഞ്ഞു ശരി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ദേഷ്യം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ നോക്കി, ഇല്ലെങ്കിൽ നിങ്ങൾ സൗകര്യം അനുസരിക്കും. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു, സ്വാമി ഞാൻ അവളോട് സംസാരിച്ചു, അവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞു അയാൾക്ക് വേറെ ഭാര്യ ഉള്ളതാണ്, ഇവിടെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും, അവന് വേറെ സ്ത്രീബന്ധമുണ്ട്, അവൻ്റെ ജോലി ഇതാണ്, അവൻ 2 3 കല്യാണം കഴിച്ചാണ്, ഇവനെ പറ്റിക്കും, അവൻ വശീകരണമുള്ളവനാണ്, അവൻ്റെ കയ്യിലൊരു പച്ച കുത്തിയിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട്, എൻ്റെ ഇടത്തെ കയ്യിലൊരു പച്ച കുത്തിയിട്ടുണ്ട്, നോക്കിക്കോളാൻ പറഞ്ഞ്. ആ പെൺകുട്ടി എന്നെ കാണാൻ വന്നു, എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. അവനെ മറക്കാൻ പറ്റണില്ല. അവന് പച്ച കുത്തിയാലും കുഴപ്പമില്ല, 3 പെണ്ണ് കിട്ടിയാലും കുഴപ്പമില്ല, ഇവനെ മറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആ പെൺകുട്ടി നമ്മളടുത്ത് ചോദിക്കണം. അപ്പോൾ വശീകരണമില്ലേ? അവളെ അഗാധമായി സ്നേഹിച്ചു പോയി. ആ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അവിടെ പറഞ്ഞു അവൻ എന്നിൽ നിന്ന് വേർപെട്ട് പോയാൽ. അപ്പോൾ എൻ്റെ പറഞ്ഞേ കാന്തല്ലൂർ സ്വാമി അവന് വട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് ആ സ്വാമിയാണ്, അയാൾക്ക് ഇല്ലെങ്കിൽ തന്നെ വട്ടാണ്, അയാൾ എന്തൊക്കെയാണ് വിളിച്ച് പറയണത് ചാനലിലിരുന്ന് എന്ന് എന്നെ പറഞ്ഞു. എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു അത് പോട്ട്, എനിക്ക് വട്ടുള്ളത് പോട്ടെ, ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ലല്ലോ വട്ട് പ്രകടിപ്പിക്കാൻ. പക്ഷേ ഇയാൾക്ക് വരാൻ പോകുന്നത് അതാണ്. അപ്പോൾ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് പറ്റണില്ല, എനിക്ക് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അവനാണ് മനസ്സിൽ. വശീകരണമില്ലേ? നല്ലൊരു പെൺകുട്ടി കാണാൻ, വിദ്യാഭ്യാസം, ഈ 2 കല്യാണവും കഴിച്ച് ഉപേക്ഷിച്ച് നിൽക്കണം, അവനെ മതി. അച്ഛനും അമ്മയും പൊട്ടിക്കരയുവാണ് മുമ്പിലിരുന്ന്.